എല്ലാവർക്കും നമസ്കാരം. ഇന്ത്യൻ റെയിൽവേ എന്നും പുതിയ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ്. അസിസ്റ്റന്റ് മാനേജർ തുടങ്ങിയ പോസ്റ്റിലേക്കാണ് റിക്രൂട്ട്മെന്റ് വിളിച്ചിരിക്കുന്നത്. റിക്രൂട്ട്മെന്റിലേക്ക് വർഷം 16 ലക്ഷം രൂപ വരെ സാലറി ലഭിക്കുന്നതാണ്. നമുക്ക് വന്നിരിക്കുന്ന റിക്രൂട്ട്മെന്റിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നോക്കാം. സ്ഥിര ജോലിയാണ്. 4 ഏപ്രിൽ 2026 മുതൽ 1 മെയ് 2026 വരെ നമുക്ക് ഈ റിക്രൂട്ട്മെന്റിന് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാം. കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ ജൂൺ 2026 പറഞ്ഞിരിക്കുന്നത്. ഒന്നാമത്തെ പോസ്റ്റ് അസിസ്റ്റന്റ് ആണ്. 3 വർഷത്തെ ബികോമും കൂടാതെ ചാർട്ടേഡ് അക്കൗണ്ടന്റ് ഇന്റർമീഡിയറ്റ് പാസ്സായിരിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അസിസ്റ്റന്റ് മാനേജറിലേക്ക് 3 വർഷത്തെ ബികോം പ്ലസ് ഒന്നെങ്കിൽ CA or CMA, അതല്ലെങ്കിൽ MBA പഠിച്ചവർക്ക് അപ്ലൈ ചെയ്യാം. അതും അല്ലെങ്കിൽ ഗ്രാജുവേഷൻ ഡിപ്ലോമ ഇൻ മാനേജ്മെന്റ് ഫിനാൻസ് ഒക്കെ പഠിച്ചവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. 3 വർഷത്തെ ബികോം പ്ലസ് ഒന്നെങ്കിൽ CA or CMA, അതല്ലെങ്കിൽ MBA or ഗ്രാജുവേഷൻ ഇൻ മാനേജ്മെന്റ് ഫിനാൻസ് ഒക്കെ പഠിച്ചവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. സാലറി പറഞ്ഞിരിക്കുന്നത് അസിസ്റ്റന്റ് തസ്തികയിലേക്ക് 21,000 മുതൽ 74,000 വരെയാണ്. ഇത് കൂടാതെ അലവൻസും ലഭിക്കുന്നതാണ്. അസിസ്റ്റന്റ് മാനേജറിലേക്ക് 40,000 ആണ് ബേസിക്. 40,000 മുതൽ 1,40,000 വരെ മാസം സാലറി ലഭിക്കുന്നതാണ്. 18 മുതൽ 30 വയസ്സിലാണ് ഏജ് ലിമിറ്റ് പറഞ്ഞിരിക്കുന്നത്. 33 വയസ്സിൽ OBCക്കും 35 വയസ്സിൽ SC/ST കാൻഡിഡേറ്റ്സിനും റിക്രൂട്ട്മെന്റിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. റിക്രൂട്ട്മെന്റിലേക്ക് വർഷത്തെ സാലറി പറഞ്ഞിരിക്കുന്നത് അസിസ്റ്റന്റിലേക്ക് 8 ലക്ഷം രൂപയും അസിസ്റ്റന്റ് മാനേജറിലേക്ക് 16 ലക്ഷം രൂപയാണ് വർഷം സാലറി ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. CTC പറഞ്ഞിരിക്കുന്നത്. സോ അപ്ലൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ അപ്ലൈ ചെയ്യുക. നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. റിക്രൂട്ട്മെന്റിലേക്ക് സെലക്ഷൻ പ്രോസസ്സ് പറഞ്ഞിരിക്കുന്നത് കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ, ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ, മെഡിക്കൽ ടെസ്റ്റ് തുടങ്ങിയ സെലക്ഷൻ പ്രോസസ്സാണ് പറഞ്ഞിരിക്കുന്നത്. അസിസ്റ്റന്റ് മാനേജറിലേക്ക് ഇന്റർവ്യൂ ഉണ്ടായിരിക്കുന്നതാണ്. സോ നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. നോട്ടിഫിക്കേഷൻ വായിച്ച് നോക്കിയതിനു ശേഷം അപ്ലൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ അപ്ലൈ ചെയ്യുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. താങ്ക്